ഇപ്പോൾ താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? ഇപ്പൊ ഖമനേയുടെ കയ്യിൽ നിന്ന് ഇറാനിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് ഇവിടെ സംഘപരിവാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് സിമ്പിളായിട്ട് ചോദിക്കാൻ, താലിബാൻ അവരുടെ നയങ്ങൾ മാറ്റിയിട്ടില്ല, സ്ത്രീകളോടുള്ള ഒരു സമീപനം മാറ്റിയിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ നിങ്ങൾക്ക് ഇപ്പോൾ താലിബാനിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ട. പക്ഷെ ഇപ്പോൾ എന്തെല്ലാം പ്രൊപ്പഗൻഡകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അതിൻ്റെ ഈ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ഇന്നുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഏതെങ്കിലും രാജ്യത്തെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടോ? ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന് മറ്റൊരു രാജ്യത്തെ ദുർബലമാക്കാൻ വേണ്ടി സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇറാന് സൈനിക കേന്ദ്രങ്ങളുണ്ടോ? എന്നാൽ അമേരിക്കയുടെ കാര്യം നോക്കൂ. കഴിഞ്ഞ ഈ ഒരു 25 വർഷം, ഈ നൂറ്റാണ്ടിലെ ആദ്യപാദം 25 വർഷത്തിനിടയിൽ അമേരിക്ക എത്ര യുദ്ധങ്ങൾ ലോകത്ത് നടത്തി? അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് എത്ര യുദ്ധങ്ങൾ നടത്തി? എത്ര പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളി? എത്ര രാജ്യങ്ങളെ അസ്ഥിരമാക്കി? 80 രാജ്യങ്ങളിലായി അമേരിക്കയ്ക്ക് 800-ലധികം സൈനിക താവളങ്ങൾ. ലോകത്താകെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് ആയുധ വ്യാപാരം നടത്തി തിന്നു കൊഴുത്ത് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. മാനവ ചരിത്രത്തിൽ മനുഷ്യന്റെ മേൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ അണുബോംബ് വർഷിച്ച ഒറ്റ രാജ്യമേ ഉള്ളൂ, അമേരിക്കയാണ്. ലോകത്തെ രാഷ്ട്രങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു? ഇന്ത്യയിലെ ഭരണാധികാരികൾ 40% ആൾക്കാരല്ലേ മോദിയെ പിന്തുണയ്ക്കുന്നുള്ളൂ, 60% അദ്ദേഹത്തിനെതിരല്ലേ, അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരല്ലേ. അദ്ദേഹം ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു? ഇറാനിലെ കാര്യങ്ങൾ ഇറാനിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതൊന്നും അമേരിക്കയുടെ വിഷയമല്ല. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ ഉണ്ടാവില്ല. ഏതുപോലെ? ഇറാഖ് ഇല്ലാതായതുപോലെ. ഇറാഖ് അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ലിബിയ അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ആണവായുധം ഉള്ളതായിരുന്നില്ല, ഇല്ലാത്തതായിരുന്നു ഇറാനിൽ അമേരിക്ക ആക്രമിക്കാനുള്ള കാരണം. എന്തുകൊണ്ടാ ഉത്തര കൊറിയനെ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നൊറ്റ കാരണം കൊണ്ടാണ്. യഥാർത്ഥത്തില് ഇപ്പോ ഗൾഫ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഈ യുദ്ധത്തെ അനുകൂലിച്ചുകൊണ്ട് കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ചില ആൾക്കാർ ഇതിനെ ഒരു ട്രംപിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ യുദ്ധത്തിനെ എതിർക്കുന്ന ചില ആൾക്കാരൊക്കെ ഈ രണ്ട് കിഴവന്മാരെന്തോ ഒരു ഭ്രാന്തന്മാരാണ് എന്ന മട്ടിലാണ്. അങ്ങനെയല്ല. ഈ യുദ്ധത്തിൽ നാം ഊന്നി 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 പറയേണ്ടുന്ന ഒരു കാര്യം സാമ്രാജ്യത്വം എന്ന രാഷ്ട്രീയ പദ്ധതിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തെയാണ് പറയുന്നത്, അമേരിക്ക എന്ന രാജ്യത്തെയല്ല, ആ രാജ്യത്തെ ജനങ്ങളെയല്ല. എന്താണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കാതെ പോകരുത്. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ലോകത്താകെ അസമത്വമുണ്ട്, അല്ലേ? നാനാതരം അസമത്വമുണ്ട്. സാമ്പത്തികമായ അസമത്വം നല്ലോണമുണ്ട്. ഈ അസമത്വം എങ്ങനെ ഉണ്ടായതാണ്? ഈ അസമത്വത്തിന്റെ കാരണം മുതലാളിത്ത വികസനമാണ്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടെങ്കിലും അസമത്വം നിലനിൽക്കുന്നതിന്റെ കാരണം മുതലാളിത്ത വികസനമാണ്. അത് ഇറ്റ്സെൽഫ് അസമത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസമത്വത്തെ നിലനിർത്താൻ ബലപ്രയോഗം നടത്തുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയാം. കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ സാമ്രാജ്യത്വം എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങി ഇവർ ശങ്കരാചാര്യ മട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സാമ്രാജ്യത്വം ഒരു ചീത്ത വാക്ക്, ഒരു തെറി വാക്കൊന്നുമല്ല, ആൾക്കാരെ അധിക്ഷേപിക്കാൻ വിളിക്കുന്ന വാക്കല്ല. ലോകത്ത് നിലനിൽക്കുന്ന അസമത്വം അതിനെ നിലനിർത്താൻ ബലപ്രയോഗം നടത്തുന്നതിനെയാണ് നമ്മൾ സാമ്രാജ്യത്വം. അതാണ് സാമ്രാജ്യം. ആ സാമ്രാജ്യത്വമാണ് യുദ്ധമുണ്ടാക്കിയത് എന്നാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പോൾ എന്തെല്ലാം പ്രൊപ്പഗൻഡകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അതിൻ്റെ ഈ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ഇന്നുവരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഏതെങ്കിലും രാജ്യത്തെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ടോ? ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന് മറ്റൊരു രാജ്യത്തെ ദുർബലമാക്കാൻ വേണ്ടി സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇറാന് സൈനിക കേന്ദ്രങ്ങളുണ്ടോ? ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടോ? ഒന്നുമില്ല. എന്നാൽ അമേരിക്കയുടെ കാര്യം നോക്കൂ. കഴിഞ്ഞ ഈ ഒരു 25 വർഷം, ഈ നൂറ്റാണ്ടിലെ ആദ്യപാദം 25 വർഷത്തിനിടയിൽ അമേരിക്ക എത്ര യുദ്ധങ്ങൾ ലോകത്ത് നടത്തി? അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് എത്ര യുദ്ധങ്ങൾ നടത്തി? എത്ര പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളി? എത്ര രാജ്യങ്ങളെ അസ്ഥിരമാക്കി? തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളെ കൊലപ്പെടുത്തി, അവരെ അധികാരത്തിൽ നിന്ന് കളഞ്ഞു.
80 രാജ്യങ്ങളിലായി അമേരിക്കയ്ക്ക് 800-ലധികം സൈനിക താവളങ്ങളുണ്ട്, ഇല്ലേ? ലോകത്താകെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് ആയുധ വ്യാപാരം നടത്തി തിന്നു കൊഴുത്ത് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. മാനവ ചരിത്രത്തിൽ മനുഷ്യന്റെ മേൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ അണുബോംബ് വർഷിച്ച ഒറ്റ രാജ്യമേ ഉള്ളൂ, അത് അമേരിക്കയാണ്. ഞാൻ വീണ്ടും പറയാണ്, അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ജനങ്ങളല്ല. ഈ യുദ്ധത്തിന് വരെ ട്രംപിനെതിരാണ് അമേരിക്കയിൽ 50% ആളുകൾ എന്നാണ് ഇപ്പോൾ ഒരു സർവേകളെല്ലാം പറയുന്നത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ ഭരണകൂടത്തെയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാനുള്ള അസൗകര്യം കാരണം അമേരിക്ക അമേരിക്ക എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൽ ഏതെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടന അല്ലെങ്കിൽ ഒരു ട്രംപിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തീവ്രവാദ രാഷ്ട്രം അവരാരെങ്കിലും അണവായുധം പ്രയോഗിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ മേൽ? ഒറ്റ രാഷ്ട്രം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാൻ കീഴടങ്ങിയതിനു ശേഷം അല്ലെ പരീക്ഷിച്ചതാണ്. അമേരിക്കയാണ് യുദ്ധത്തിന്റെ മൂലകാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഖമനേയി വളരെ ക്രൂരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം. ലോകത്തെ രാഷ്ട്രങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു? ഇന്ത്യയിലെ ഭരണാധികാരികളെ 40% ആൾക്കാരല്ലേ മോദിയെ പിന്തുണയ്ക്കുന്നുള്ളൂ, 60% അദ്ദേഹത്തിനെതിരല്ലേ, അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരല്ലേ, അദ്ദേഹം ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു? ഈ മുഴുവൻ ജനങ്ങളുടെയും പേരിലല്ലേ അതെല്ലാം നടത്തുന്നത്? അത് ആ ഒരു കാരണം കൊണ്ട് നാളെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇന്ത്യയെ ആക്രമിക്കാൻ അധികാരമുണ്ടോ? അധികാരമില്ലല്ലോ. ഇവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ട് പോകാൻ അധികാരമുണ്ടോ? അധികാരമില്ല. ഇറാനിലെ കാര്യങ്ങൾ ഇറാനിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതൊന്നും അമേരിക്കയുടെ വിഷയമല്ല. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ ജനാധിപത്യം കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ ജനാധിപത്യം കൊണ്ടുവരൽ അമേരിക്കയുടെ ലക്ഷ്യമാണോ? ഈ യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ ഉണ്ടാവില്ല. ഏതുപോലെ? ഇറാഖ് ഇല്ലാതായതുപോലെ. ഇറാഖ് അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ലിബിയ അത്യാവശ്യം സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഗദ്ദാഫിയുടെ എല്ലാം ഭരണകാലത്ത് അത്തരം ഒരു മോശം അവസ്ഥയിലൂടെ കടന്നുപോയ രാജ്യമായിരുന്നില്ല ലിബിയ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സിറിയ എങ്ങനെയായിരുന്നു? അഫ്ഗാനിസ്ഥാൻ എങ്ങനെയായിരുന്നു? ഇവിടെ എല്ലാം അമേരിക്ക ഇടപെട്ടു. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടല്ലേ 10-20 കൊല്ലം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഒഴിവാക്കാൻ എന്ന മട്ടിലാണ്. എന്താണ് ഉണ്ടായത്? താലിബാൻ ഒഴിവായോ? ആ താലിബാനുമായിട്ട് സഖ്യത്തിലാണ് ഇപ്പോൾ. താലിബാൻ ഒഴിവായില്ല. താലിബാന്റെ ക്രൂരത ഒഴിവായോ? ഇപ്പോൾ താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? ഇപ്പൊ ഖമനേയുടെ കയ്യിൽ നിന്ന് ഇറാനിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് ഇവിടെ സംഘപരിവാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് സിമ്പിളായിട്ട് ചോദിക്കാൻ, താലിബാൻ അവരുടെ നയങ്ങളും മാറ്റിയിട്ടില്ല, സ്ത്രീകളോടുള്ള ഒരു സമീപനം മാറ്റിയിട്ടില്ല. അങ്ങേയറ്റം മൗലികവാദപരമായിട്ടുള്ള സമീപനം തന്നെയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 100 കണക്കിന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ നിങ്ങൾക്കിപ്പോൾ താലിബാനിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ട. എന്തുകൊണ്ടാണ്? ആ പ്രോജക്റ്റ് തന്നെ അവസാനിപ്പിച്ചില്ലേ? അപ്പൊ അവിടെ ജനാധിപത്യം കൊണ്ടുവരലൊന്നും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നില്ല. ഇറാഖിന്റെ ഒരു സ്ഥിതി നോക്കൂ. ഇറാഖ് ഇല്ലാതെയായി എന്ന് മാത്രമല്ല, ISIS പോലെയുള്ള ഒരു അതിഭീകര സംഘടനയുടെ രൂപീകരണത്തിനും അത് കാരണമായി. ഒസാമ ബിൻ ലാദനെ ഉണ്ടാക്കിയതാരാ? അമേരിക്ക ഉണ്ടാക്കിയതാണ്. അമേരിക്കയുടെ പ്രോജക്റ്റാണ് ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ഒക്കെ ഉപയോഗപ്പെടുത്തി. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴും ഈ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ബിൻ ലാദൻ്റെത് ഉൾപ്പെടെ ഞങ്ങളുടെ ശക്തി കാരണമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് എങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അമേരിക്കയെ ചെറുത്തുകൂടാ, തോൽപ്പിച്ചുകൂടാ എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ മാത്രമാണല്ലോ ബിൻ ലാദന് അമേരിക്ക എതിരായത്. ലിബിയയിൽ ഗദ്ദാഫിയുടെ കാര്യം നോക്കൂ. ഗദ്ദാഫി ആണവായുധം ഉണ്ടാക്കിയില്ല എന്നതാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റ്. ഞാൻ വ്യക്തിപരമായി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് എതിരാണ്. എന്തിനാണ് ആണവായുധം എന്ന് കരുതുന്ന ഒരാളാണ്. അതല്ലല്ലോ ആവശ്യം. പക്ഷേ ആണവായുധം ഉള്ളതായിരുന്നില്ല, ഇല്ലാത്തതായിരുന്നു ഇറാനിൽ അമേരിക്ക ആക്രമിക്കാനുള്ള കാരണം. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഉത്തര കൊറിയനെ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നൊറ്റ കാരണം കൊണ്ടാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളെ വിശ്വസിച്ച് കേണൽ ഗദ്ദാഫി, ലിബിയയുടെ പ്രസിഡന്റായിരുന്ന ഗദ്ദാഫി ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങിയ ആളാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയില്ലേ? സിറിയയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആ അവസ്ഥയിലേക്ക് ഇറാനും എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകപക്ഷീയമായി ഇറാനിൽ കയറി ആക്രമിക്കുകയല്ലേ ചെയ്തത്. ആ സ്കൂളിൽ ആദ്യം ബോംബിടുന്നു. ഇപ്പോൾ ഇറാൻ
മറ്റ് അയൽ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെയൊക്കെ ആക്രമിക്കുന്നതിനെ ഇവിടെ പലരും വിമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ ഒറ്റപ്പെടും, അതൊരു സംശയമില്ല. പക്ഷേ ഇറാൻ എന്തുകൊണ്ടാണ് അത് ആക്രമിക്കുന്നത്? ആരെയാണ് ആക്രമിക്കുന്നത്? ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിക്ക് സ്വന്തം മണ്ണിൽ സൈനിക താവളങ്ങൾ ഒരുക്കി കൊടുത്ത് സഹായം ചെയ്യുന്ന രാഷ്ട്രങ്ങളാണിതെല്ലാം. ഖത്തറായാലും കുവൈറ്റ് ആയാലും ഒക്കെ ആ രാഷ്ട്രങ്ങളിലാണ് അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാൻ ഇറാന് കഴിയില്ല, അങ്ങോട്ട് എത്തില്ലല്ലോ. അമേരിക്കയിൽ നിന്നല്ലല്ലോ ഈ മിസൈലുകൾ വരുന്നത് ഇറാനിലേക്ക്. അതുകൊണ്ടാണ് ഇറാൻ ഇവരെ ആക്രമിക്കുന്നത്. അതിനെ ഇവിടെ വിമർശിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വിമർശിക്കാം, അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെയും ആവാം. അപ്പോ ഇപ്പോ ഇവര് ബെയ്റൂത്തിലേക്ക്, ലെബനനിലെ തലസ്ഥാനം ബെയ്റൂട്ടിൽ ഇന്ന് രാവിലെ വന്ന വാർത്ത 10-50 ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് വേറൊരു രാജ്യമല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ചയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇറാനിലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലല്ലേ ആക്രമിക്കുന്നത്? ആ ഒരു സ്കൂളിൽ, പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 200ഓളം കുട്ടികൾ മരിച്ചില്ലേ? ഇസ്രായേലിന്റെ ആക്രമണമല്ലേ? ഖമനേയിയെ വധിക്കാൻ ഈ കുഞ്ഞുങ്ങളെ വധിക്കണോ? ആർക്കെങ്കിലും വല്ല ആക്ഷേപമുണ്ടോ? യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രോജക്റ്റ് അല്ല, അതൊരു ഇസ്രായേൽ പ്രോജക്റ്റാണ്. 92-ലാണ്. എന്ന് വെച്ചാൽ എത്ര കൊല്ലായി? 33 കൊല്ലായി. 33 കൊല്ലം മുമ്പേ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലെ ഒരു പാർലമെന്റ് അംഗമായി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞു ഇറാൻ 5 കൊല്ലം കൊണ്ട് ആണവായുധം ഉണ്ടാക്കും. 92-ൽ തുടങ്ങിയതാണ് നെതന്യാഹുവിന്റെ ഈ കള്ള. 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നേ പറഞ്ഞു. 33 കൊല്ലത്തിന് ശേഷം അതേ കാരണം പറഞ്ഞ് ഇറാൻ ആക്രമിക്കപ്പെട്ടു. ഈ 92-ന് ശേഷം ഈ 33 കൊല്ലം നെതന്യാഹു ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു, നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇറാൻ ഇന്നുണ്ടാക്കും, നാളെ ഉണ്ടാക്കും, മറ്റന്നാൾ ഉണ്ടാക്കും. ഇറാൻ എന്ന് പറയുന്നത് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഖമനേയി പല സന്ദർഭങ്ങളിലും പറഞ്ഞൊരു കാര്യം, വിശ്വാസപരമായ കാരണങ്ങളാൽ കൂടി അണുവായുധമുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇല്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന രാജ്യം ഇസ്രായേലാണ്. ഇപ്പോ ഇറാഖിനെ ആക്രമിച്ചത് അവരുടെ കയ്യിൽ രാസായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ? ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നുണ്ടോ? നിങ്ങളൊരു പരമാധികാര രാഷ്ട്രത്തെ അവരുടെ കയ്യിൽ രാസായുധങ്ങൾ ഉണ്ട്, അത് ലോകത്തിന് ഭീഷണിയാണ് എന്നും പറഞ്ഞ് അതിനെ ആക്രമിച്ച് തവിട് പൊടിയാക്കി ആ ഒരു രാജ്യത്തെ ഇല്ലാതാക്കിയതിന് ശേഷം അവിടെ രാസായുധങ്ങൾ കണ്ടെത്തിയില്ല എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ കണ്ടെത്തിയോ എന്ന് ചോദിക്കണ്ടേ? ചോദിക്കുന്നില്ല. അതേ സംഗതിയാണ് ഇറാനിൽ ആവർത്തിക്കാൻ പോകുന്നത്. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കയ്യിൽ ഇല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്ന് മാത്രമല്ല, 2 കൊല്ലം മുമ്പേ ഈ UN ഒക്കെ ആയിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു ടീമിന്, അതിലെ വിദഗ്ധർക്ക് തങ്ങളുടെ ആണവ പദ്ധതികൾ തുറന്നു കൊടുത്ത രാഷ്ട്രമാണ് ഇറാൻ. ആ വിദഗ്ധരെല്ലാം വന്ന് പരിശോധിച്ച് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കയ്യിലില്ല എന്ന് അവർ മനസ്സിലാക്കിയതാണ്, കണ്ടെത്തിയതാണ്. പക്ഷെ നെതന്യാഹു മാത്രം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പോൾ ആക്രമിച്ചു. യഥാർത്ഥത്തിൽ അമേരിക്കയെ വരെ ഇറാൻ യുദ്ധത്തിലേക്ക് പറഞ്ഞു കൊണ്ടുവന്നത് ഇസ്രായേലാണ്, വിശേഷിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്ന് കാണണം. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അവരുടെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, നദി മുതൽ കടൽ വരെ ഇസ്രായേൽ രാഷ്ട്രം. അതിന് ഇന്ന് പശ്ചിമേഷ്യയിൽ തടസ്സമായി നിൽക്കുന്ന, അതിൽ ഒരു കാര്യം പാലസ്തീനിലെ അധിനിവേശമാണ്. പാലസ്തീൻ അധിനിവേശത്തെ ചെറുക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന പശ്ചിമേഷ്യയിലെ ഒരേ ഒരു രാഷ്ട്രം ഇറാനാണ്. ഇറാൻ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുണ്ട്, ഹൂതികളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഈ സംഘങ്ങളും ഇല്ലാതെയായാൽ മാത്രമേ ഇസ്രായേലിൻ്റെ വിപുലീകൃതമായ ഇസ്രായേൽ എന്ന സ്വപ്നം സഫലമാവുകയുള്ളൂ. അവരുടെ ഈ പലസ്തീൻ അധിനിവേശം സമ്പൂർണമാവുകയുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇറാന് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മട്ടിൽ പോയാൽ ഇറാൻ, എനിക്കറിയില്ല എത്ര കാലം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇറാൻ്റെ ആയുധ ശേഖരത്തെ പറ്റിയൊന്നും ലോകത്തിന് അത്ര ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രത്തോടൊക്കെ ആയുധബലത്തിൻ്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാനൊന്നും അവർക്ക് സാധിക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യ. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇറാനും ഇറാനിലെ
പാവപ്പെട്ട മനുഷ്യരും ആ ദൗർഭാഗ്യത്തിലേക്ക് എത്തിപ്പെടും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ എത്തിപ്പെടുമ്പോൾ പല പല ലക്ഷ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും മുന്നിൽ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാണ്. അമേരിക്കയ്ക്ക് വെനിസ്വേലയും ഇറാനും കൂടി വന്നാൽ ഏകദേശം ഒരു 35-40% എണ്ണ സമ്പത്ത് ആയി. പിന്നെ അവരുടെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ലോകത്തിലെ എണ്ണ ശേഖരത്തിൻ്റെ ഒരു 50%-ലധികം അമേരിക്കയുടെ കയ്യിൽ വരും എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ മദുറോനെ നമ്മൾ ഓർക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ലോകം മറന്ന മട്ടായില്ലേ? എന്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നോക്കുക. ഗൾഫ് മേഖലയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ താല്പര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിരു പറയാനുള്ള അവസാനത്തെ ആളും അല്ലെങ്കിൽ അവസാനത്തെ രാഷ്ട്രവും ഇല്ലാതെയാകുന്നു എന്നുള്ളതായിരിക്കുമോ ഈ യുദ്ധത്തിൻ്റെ ഫലം എന്ന് ജനാധിപത്യവാദികളായിട്ടുള്ള മനുഷ്യർ ആശങ്കയോടെ നോക്കിക്കാണുന്നൊരു കാര്യമാണ്.